നമസ്കാരം. സിറിയയിൽ വിമതർ ഭരണം പിടിച്ചു. അതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങളിൽ പുതിയൊരു അധ്യായം കൂടി ചേരുകയാണ്. 53 വർഷം നീണ്ട അസദ് കുടുംബവാഴ്ചയ്ക്കും ബാത്ത് പാർട്ടിയുടെ ഏകാധിപത്യ ഭരണത്തിനും അന്ത്യം കുറിക്കുകയും ചെയ്തു. കഴിഞ്ഞ 13 വർഷമായി നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തിൽ 3.5 ലക്ഷം പേർ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലാവുകയും പലായനം ചെയ്യുകയും ചെയ്തു. സുന്നി ഷിയ പോരാട്ടങ്ങൾ നിയന്ത്രിക്കുന്ന റഷ്യയും ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള പരസ്പര വൈരുദ്ധ്യങ്ങൾ പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. 11 ദിവസം കൊണ്ട് വിമതസേന സിറിയയിൽ ആധിപത്യം സ്ഥാപിച്ചു. അധികാരം പിടിച്ചടക്കിയ വിമത സംഘടന ഹയാത്ത് തഹ്രിർ അൽ ഷാം HTS പുതിയ ഭരണ സംവിധാനം സ്ഥാപിക്കുവാൻ പോകുകയാണ്. നേരത്തെ ഹയാത്ത് തെഹ്രീർ അൻഷാമിനെ ഒരു ഭീകര സംഘടനയായി ലോകരാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. അത്തരം അവസ്ഥയിൽ HTSന് ഒരു സർക്കാർ രൂപീകരിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെയും സഖ്യകക്ഷികളുടെയും തീരുമാനം വേണ്ടിവരും. HTSനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. HTSന് ഇപ്പോൾ യാതൊരുവിധ ഭീകര സംഘടനകളുമായി ബന്ധമില്ലെന്ന് തലവനായ അബു മുഹമ്മദ് അൽ ഗോലാനി പറഞ്ഞിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയക്കാരനെന്ന പ്രതിച്ഛായ സൃഷ്ടിച്ച് അതുവഴി അന്താരാഷ്ട്ര പിന്തുണയാണ് ഗോലാനിയുടെ ലക്ഷ്യം. സിറിയയിലെ സംഭരിച്ചിരിക്കുന്ന രാസായുധങ്ങൾ ദുരുപയോഗം ചെയ്യില്ല എന്നും സൈനിക കേന്ദ്രങ്ങൾ തെറ്റായ കൈകളിൽ എത്തില്ല എന്നും ഇവയെല്ലാം നിരീക്ഷിക്കാൻ അന്താരാഷ്ട്ര സഹകരണത്തിന് തയ്യാറാണെന്നും ഗോലാനി പ്രസ്താവിച്ചിരിക്കുകയാണ്. ഇതോടെ അടിയേറ്റത് ശരിക്കും ഇറാന് തന്നെയാണ്. സുന്നി ഭൂരിപക്ഷ രാജ്യമായ സിറിയയിൽ ഇറാനിലെ ഷിയ ഭരണകൂടത്തിന്റെ ശക്തമായ പിന്തുണയോടെയാണ് അസദ് ഭരണകൂടം നിലനിന്നിരുന്നത്. ഇനി ഇറാനെ ഇടപെടാൻ അനുവദിക്കില്ലെന്നും ഇസ്രായേലിനെയും അമേരിക്കയെയും ആക്രമിക്കുവാനുള്ള ഒരു താവളമാക്കി സിറിയയെ മാറ്റി എന്നാണ് ഗോലാനി പറയുന്നത്. താൻ ഒരു ഭീകര സംഘടന നേതാവല്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ വസ്ത്രധാരണം നടത്തിയ ഗോലാനിയുടെ പ്രസംഗങ്ങൾക്ക് വൻ ജനപിന്തുണയാണ് സിറിയയിൽ ലഭിക്കുന്നത്. വിമത ഗ്രൂപ്പായ HTS ആധിപത്യം നേടിയതോടെ ഇസ്രായേൽ ഈ അവസരം മുതലെടുത്തു. സിറിയയിൽ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങളിലും 75ഓളം ISIS കേന്ദ്രങ്ങളിലും ഇസ്രായേലിന്റെ ശക്തമായ ബോംബാക്രമണം നടന്നിരിക്കുകയാണ്. ഇസ്രായേൽ അതിർത്തിയിലെ ബഫർ സോൺ അവർ പിടിച്ചെടുക്കുകയും ഡമാസ്കസിലടക്കം സിറിയൻ ആയുധ കേന്ദ്രങ്ങളിലും മിലിറ്ററി ബേസുകളിലും ഇസ്രായേൽ വൻ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു. സിറിയയിലെ അസദ് ഭരണത്തിന്റെ തകർച്ചയോടെ റഷ്യയ്ക്കും ഇറാനും അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട സഹായിയെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതോടെ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് ഇനി പുതിയ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. അതുമാത്രമല്ല, അസദ് ഭരണകൂടത്തിന്റെ തകർച്ച ഇറാന്റെ ഉള്ളിൽ തന്നെയുള്ള ആഭ്യന്തര വിമതർക്ക് കൂടുതൽ ശക്തി പകരുകയും ചെയ്യും. 2011 നടത്തിയ ആഭ്യന്തര യുദ്ധത്തിൽ വിമതപക്ഷത്തെ അടിച്ചമർത്താൻ അസദ് ഭരണകൂടത്തിന് താങ്ങും തണലുമായി നിന്നത് ഇറാനും റഷ്യയുമായിരുന്നു. സിറിയയുമായി വളരെ പഴക്കമുള്ള ബന്ധമാണ് ഇറാനുള്ളത്. 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധവേളയിൽ ഇറാനോടൊപ്പമാണ് സിറിയ നിന്നത്. ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ എന്നിവർക്ക് എല്ലാവിധ സംരക്ഷണവും സിറിയ നൽകി വരികയായിരുന്നു. ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ നിൽക്കുവാനായി ഇറാന്റെ ഏറ്റവും വലിയ പിന്തുണയും സിറിയയുടെ ഭാഗത്തു നിന്നും ആയിരുന്നു. ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ആക്രമണ സമയത്തും ഗാസയിൽ നടന്ന യുദ്ധസമയത്തും സിറിയ പ്രതികരിക്കാതെ ഇറാന് പിന്തുണയുമായി നിൽക്കുകയായിരുന്നു. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഇറാൻ സിറിയയെ എന്നതിനേക്കാൾ സിറിയ ഇറാനെയാണ് ഇതുവരെ കൂടുതൽ ആശ്രയിച്ചു നിന്നിരുന്നത്. വൻ സാമ്പത്തിക നിക്ഷേപമാണ് ഇറാൻ സിറിയയിൽ നടത്തിയിരുന്നത്. ഈ അവസ്ഥയിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ സിറിയ മിണ്ടാതെ യാതൊരു പ്രതികരണവുമില്ലാതെ നിന്നത് ഇറാന് ഒരു നാണക്കേടായി. റഷ്യ, UAE എന്നിവരുടെ സഹായത്തോടെ മറ്റു അറേബ്യൻ രാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകാനാണ് അസദ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇത് ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അസദ് നടത്തുന്ന ശ്രമങ്ങൾക്കെല്ലാം രാജ്യത്തിനുള്ളിൽ നിന്നും പിന്തുണ ലഭിച്ചില്ല. സാമ്പത്തിക വ്യവസ്ഥ തകർന്നതും മൊത്തം ജനസംഖ്യയുടെ പകുതിയോളം രാജ്യത്തിനകത്തും പുറത്തുമായി തെരുവിലായതും ഒരവസരത്തിനായി സിറിയയിലെ വിമതപക്ഷത്തിന് കരുത്ത് നൽകി. അസദ് കൂടുതൽ ദുർബലനായതാണ് ഇറാന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചത്. അസദിന്റെ സ്വന്തം സൈന്യം തന്നെ ഈ സമയത്ത് വിമതർക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയതുമില്ല. പകരം നിരുപാധികം കീഴടങ്ങുകയായിരുന്നു. അസദ് വീണതോടെ ഇനി പഴയ പോലെ ഇറാന് അവരുടെ സൃഷ്ടിയായ ഹിസ്ബുള്ളയെ പുനർജീവിക്കുവാനും കഴിയാത്ത അവസ്ഥയിലായി. ഹിസ്ബുള്ള നേരത്തെ തന്നെ കീഴടങ്ങൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ പരമാധികാര നേതാവായ ആയത്തുള്ള ഖമനേയിക്കും സൈന്യമായ ഇറാൻ റവല്യൂഷണറി ഗാർഡിനും ഇത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായി മാറിക്കഴിഞ്ഞു. ഖമനേയിക്ക് ഇനി ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള വിമതരെ നേരിടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. HTSന്റെ നേതൃത്വത്തിലുള്ള
സിറിയയിൽ നിന്നുള്ള സുന്നി വിഭാഗം തങ്ങളുടെ അടുത്ത ലക്ഷ്യം ഇറാനാണെന്ന് പ്രഖ്യാപിച്ചും കഴിഞ്ഞു. ഇസ്രായേലും അമേരിക്കയും ഒരു വശത്തും HTS മറുവശത്തുമായി നിലയുറപ്പിച്ചതോടെ ഇറാന്റെ കാര്യം കൂടുതൽ പരുങ്ങലിലായിരിക്കുകയാണ്. ഇറാന്റെ ഉള്ളിലുള്ള വിമതർ അടുത്ത പ്രക്ഷോഭം തുടങ്ങിയാൽ അതെങ്ങനെ നേരിടും എന്നറിയാതെ ഖമനേയിയും റവല്യൂഷണറി ഗാർഡും കുടുങ്ങിയ അവസ്ഥയിലുമാണ്. തങ്ങളുടെ ന്യൂക്ലിയർ പദ്ധതി വീണ്ടും സജീവമാക്കി പരമാധികാരം ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമം ഖമനേയി നടത്തുന്നുണ്ടെങ്കിലും ഇനി അത് എത്രത്തോളം വിജയിക്കും എന്നതും സംശയമായി തീർന്നു കഴിഞ്ഞു. ഇറാന് ഇപ്പോൾ ആകെയുള്ള ഒരു പിടിവള്ളി റഷ്യ മാത്രമാണ്. പക്ഷെ റഷ്യ മൊത്തത്തിൽ സാമ്പത്തികമായും സൈനിക ശക്തിയിലും ആയുധ സംഭരണത്തിലും ഏതാണ്ട് തകർന്ന അവസ്ഥയിലായതോടെ ഇനി ഒരു സഹായത്തിന് മുതിരുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. കൂടുതൽ ആയുധങ്ങൾ റഷ്യയിൽ നിന്ന് ലഭിക്കാതെ ഇറാന് പിടിച്ചു നിൽക്കുവാനും കഴിയില്ല. ഗത്യന്തരമില്ലാതെ ഒടുവിൽ ഇറാൻ തങ്ങളുടെ ന്യൂക്ലിയർ പദ്ധതി ഉൾപ്പെടെ മരവിപ്പിച്ച് അമേരിക്കയ്ക്കും ഇസ്രായേലിന് മുന്നിൽ മുട്ടുകുത്തുമോ എന്നതാണ് വരുന്ന ആളുകളിൽ കാണുന്ന കാഴ്ച. ഇസ്രായേലിന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഇറാനെ പിടിച്ചു നിൽക്കുക എന്നതും ഇനി അത്ര എളുപ്പമല്ല. അതേസമയം സിറിയയിൽ ഇനി ഒരു ജനാധിപത്യ സർക്കാർ രൂപീകരിക്കപ്പെടുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. ഭീകര സംഘടന എന്ന ലേബലിൽ നിന്ന് പുറത്തു കടക്കുവാൻ വേണ്ടിയുള്ള ശ്രമം HTS നടത്തുന്നുണ്ട്. പക്ഷേ ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അങ്ങനെ ആകെ പെട്ടുപോയ അവസ്ഥയിലായ ഇറാന്റെ അടുത്ത നീക്കമാണ് ഇനി പ്രധാനം. പശ്ചിമേഷ്യയിൽ ഇനി ഒരു സമാധാന അന്തരീക്ഷം എന്നുണ്ടാകും എന്ന് ലോകം കാത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ഉടനെ എങ്ങും നടക്കില്ല എന്ന കാര്യവും ഉറപ്പായിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.